الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുത്തുക അല്ലാഹു നമ്മെ സ്വാലിഹായ അമലായി നമ്മെ സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ മഹല്ല് പള്ളിക്ക് ചുറ്റും അന്തിയുറങ്ങുന്നവർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗം കൊണ്ട് വിഷമനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. ദുനിയാവില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട വിശ്വാസികളെ അല്ലാഹു ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. വിശ്വാസത്തിന്റെ തോതനുസരിച്ച് പരീക്ഷണത്തിന്റെ സ്ട്രോങ് കൂടുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. ദുനിയാവിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ മുത്തുനബിയെയാണ് ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടത്. ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ജനിക്കുന്ന സമയത്ത് പിതാവില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തും ഒരു യതീം. അതുകൊണ്ട് തന്നെ മക്കയുടെ പശ്ചാത്തലത്തിൽ മുത്തു റസൂലുള്ളാഹിനെ ഒന്ന് മുലകൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ പോലും സ്ത്രീകൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ മാതാവ് ഒരു 6 വയസ്സ് വരെ ഇങ്ങനെ മാതാവ് തർബിയത്ത് ചെയ്തപ്പോൾ 6ാമത്തെ വയസ്സിൽ മഹദി ആമിന ബീവിയും ഈ ലോകത്തോടുകൂടെ പറഞ്ഞു. ഉപ്പയും ഇല്ല, ഉമ്മയും ഇല്ല. പിന്നെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ്. 8ാമത്തെ വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം 6ാം വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്രായത്തിലെ മക്കളെന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് മാതാവും പിതാവും ഇല്ലാത്തൊരവസ്ഥ. വല്യപ്പ ഏറ്റെടുത്ത് 8ാം വയസ്സിൽ വല്യപ്പയും മരണപ്പെട്ടു പോയി. അവിടെയാണ് പിതാവിന്റെ സഹോദരനായ അബൂ തോലിബ് കടന്നു വരുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ അവസാനം ഒരു 49-50ാമത്തെ വയസ്സ് വരെ അള്ളാഹിന്റെ റസൂലിന് പിന്നെ എല്ലാ നിലക്കുള്ള പ്രൊട്ടക്ഷൻ നൽകിയതും അബൂ തോലിബായിരുന്നു. 25ാമത്തെ വയസ്സിൽ മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ 2 ആളുകളാണ് അള്ളാഹിന്റെ റസൂലിനെ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്തതും വളർത്തിയതും മാനസികമായ പിന്തുണ നൽകിയതും. നമ്മളൊക്കെ പുരുഷന്മാരാണ്, നമുക്കറിയാം. നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആരും ഒഴിവാക്കിയാലും നമ്മൾ വീട്ടിൽ ചെന്ന് ഭാര്യനോടൊന്ന് കുശലാന്വേഷണം പറയുമ്പോഴാണ് നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതങ്ങളൊക്കെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. ആ ഒരു സന്തോഷമായിരുന്നു മഹദി ഖദീജയിലൂടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അറിയാലോ, 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി. ആ ഗുഹയിൽ വെച്ചിട്ട് മുഖറബുൽ അംലാക്ക് ജിബ്രീലിനെ ആദ്യമായി കണ്ടപ്പോ പേടിച്ച് വിറച്ച് ഖദീജ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അള്ളാഹിന്റെ റസൂൽ ഓടി വന്നു. പേടിച്ച് വിറച്ചപ്പോ ഖദീജ ബിവിയോട് കണ്ട സംഗതികളൊക്കെ പറഞ്ഞപ്പോ ഖദീജ ബിവി ആശ്വസിപ്പിക്കുന്നുണ്ട്, നബിയെ നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ നല്ലത് മാത്രം ചെയ്യുകയും ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ കുടുംബബന്ധം ചേർത്തുക ചെയ്യുന്ന നല്ലൊരു മനുഷ്യനല്ലേ, നിങ്ങൾ ആരും കൈവടിയൂല, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് സമാശ്വസിച്ച് തരുക പുതപ്പിട്ട് കൊടുത്ത് കടത്തിയ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. 40 കഴിഞ്ഞ് 43ാമത്തെ വയസ്സിൽ ലോകത്തിന്റെ വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ലോകത്ത് വിളിച്ചു പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് ഹബീബിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പറഞ്ഞതിന്റെ പേരിൽ അന്ന് വരെ അൽ അമീൻ എന്ന് പറഞ്ഞ സകലരും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുച്ഛിക്കാനും അവിടുന്ന് ഉപദ്രവിക്കാനും അവിടുന്ന് ബുദ്ധിമുട്ടിക്കാനും തുടങ്ങിയ ചരിത്രം നമുക്കറിയാം. ഈ ഒരു 43ാമത്തെ വയസ്സിന് ശേഷം അബൂ തോലിബ് അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിട്ടൊന്നും ഇല്ലാടാപ്പ. പക്ഷേ അവിടുത്തെ മരണം വരെ ആ ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചേർന്ന് അബൂ തോലിബ് എന്ന് പറയുന്ന വലിയൊരു കവചമുണ്ടായിരുന്നു. ഖുറൈശികൾക്കിടയിൽ വലിയ വാല്യൂ ഉള്ള ഒരു മൂല്യമുള്ള മനുഷ്യനായിരുന്നു അബൂ തോലിബ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും തന്റെ സഹോദര പുത്രനെ ഒന്ന് നോവിക്കാൻ അബൂ തോലിബ് ഒരു ചാൻസ് കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ തോലിബും ഒരേ വർഷമാണ് അവിടുത്തെ 49ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 50ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അള്ളാഹിന്റെ റസൂല് എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടൊരു സമയത്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് ഒന്ന് വിളിക്കുന്നത്, നബിയെ എന്റെ അടുത്തേക്കൊന്ന് വരണം, അള്ളാഹിന്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോവുകയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെയാണല്ലോ എല്ലാം കൊണ്ടും നമ്മൾ കൈയോടി ഒരു യാത്രക്കൊന്ന് പോയിട്ട് റിലാക്സ് ആക്കാനേ പിന്നെ ഉണ്ടാവുക. അള്ളാഹിന്റെ റസൂലിനെ ഒരു യാത്രക്ക് വേണ്ടി ഒരുക്കുകയാണ് ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഒരു യാത്ര, അതിനാ നമ്മൾ ഇസ്റാ എന്ന് പറയുന്നത്.
അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഹദ്റത്തുൽ ഖുദ്സിലേക്കുള്ള ഒരു യാത്ര, അതിനാ നമ്മൾ മിഅ്റാജ് എന്ന് പറയാം. ഈ രണ്ട് യാത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്തിനു വേണ്ടി? ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്, കാണാത്ത കാഴ്ചകളുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അള്ളാഹിന്റെ റസൂലിന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയപ്പോൾ അള്ളാഹിന്റെ റസൂൽ കണ്ടു കഴിഞ്ഞു പോയ സകലമാന അമ്പിയാക്കളെയും മസ്ജിദുൽ അക്സയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടി അവിടെ ഇമാമായിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. എല്ലാ അമ്പിയാക്കളെയും കണ്ടു. അവിടുന്ന് മിഅ്റാജിന്റെ യാത്ര വളരെ വിശാലമായ ഹദീസാണ്, വിശദീകരിക്കാൻ സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദ്റത്തുൽ ഖുദ്സിൽ ഒരു മനുഷ്യൻ പോലും എത്താത്ത, എത്രത്തോളം മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും പോകാത്ത അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് എത്തുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാണാം ഹദീസിൽ ഖാബ ഖൗസൈനി, ഒരു വില്ലുകൾ തമ്മിൽ എത്രത്തോളം അടുത്തു നിൽക്കുന്നോ അത്രത്തോളം അല്ലാഹുവിലേക്ക് ചേർന്ന് നിന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇന്ന് പരിശുദ്ധമായ റജബിന്റെ 26 കഴിഞ്ഞ് മഗ്രിബോടുകൂടി 27ലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുപോലെ റജബിന്റെ 27ാം രാത്രിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഈ റിലാക്സിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര കൊണ്ടുപോയത്. വലിയൊരു സമാധാനം കൊടുത്ത രാത്രിയാണ് ഇന്നത്തെ രാത്രി. പ്രിയപ്പെട്ടവരെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഈ ഉമ്മത്തിനും പ്രയാസമുണ്ടാകുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾക്ക് ദുനിയാവിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ അവർക്കും വേണം റിലാക്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു സമ്മാനം, ഖിയാമത്ത് നാൾ വരെ അങ്ങയുടെ ഉമ്മത്തിലേക്ക് ഒരു സമാധാനം ലഭിക്കാനുള്ള ഒരു സമ്മാനം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കൊടുത്തേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് നിസ്കാരം, അതാണ് നിസ്കാരം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് ഖുർറത്തു ഐനി ബിസ്സലാ, എന്റെ റിലാക്സ്, എന്റെ കൺകുളിർമ അത് നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിന്റെ വാർഷികത്തിന്റെ ദിവസം കൂടിയാണ് ഇന്ന് മഗ്രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം നിസ്കാരമാക്കാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട്? അത് എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിന് എല്ലാം അസ്തമിച്ചപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട റബ്ബിന്റെ മുമ്പിൽ പോയി ഒന്ന് സംസാരിച്ചപ്പോ മനസ്സിന് സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദുനിയാവിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ടു നടക്കുന്ന നമ്മൾക്ക് നമ്മെ ഏറ്റവും കൂടുതൽ കൈവടിയാതെ ഓരോ പ്രതിസന്ധി സമയത്തും ചേർത്ത് പിടിക്കുന്ന നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ പോയിട്ടൊന്ന് സംസാരിക്കുമ്പോ സമാധാനം കിട്ടണം. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം നമ്മുടെ നിസ്കാരം. അങ്ങനത്തെ നിസ്കാരമാക്കാൻ നമുക്ക് സാധിക്കണം. ഞാനും നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, കേവലം കടമയെന്നോണം. ഒരു ദിവസം 5 വക്ത് നിസ്കാരല്ലേ, 17 റക്അത്തല്ലേ, അതൊന്ന് കുമ്പിട്ട് നീച്ചൊരു എക്സസൈസ് പോലെ നിസ്കരിക്കേണ്ട ഒരു കടമയല്ല നിസ്കാരം. പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ ആവലാദികൾക്കുള്ള പരിഹാരമാകണം. സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, ദുനിയാവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, മനുഷ്യനാണ് ഉണ്ടാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാത്തിനുമുള്ള സമാധാനമാണ് റബ്ബിന്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് ഒരു വക്തിൽ നിൽക്കുമ്പോ നമുക്ക് ലഭിക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ നിസ്കാരം. പുനർവിചിന്തനം ചെയ്യണം പ്രിയപ്പെട്ടവരെ. എന്റെയും നിങ്ങളുടെയൊക്കെ നിസ്കാരം അത്തരത്തിലുള്ള ഖുർറത്തു ഐൻ, കൺകുളിർമ ലഭിക്കുന്ന നിസ്കാരമാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഒരു സമയത്ത് പോലും കൈവടിയാതെ മരണം വരെ കൃത്യമായി നിർവഹിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണം തമ്പുരാനെ. മറ്റു ഇബാദത്തുകളെ പോലെ അല്ലല്ലോ. സക്കാത്ത് പൈസ ഉള്ളവർ കൊടുത്താൽ മതി, ഹജ്ജിന് ആഫിയത്തുള്ളവർ ചെയ്താൽ മതി, നോമ്പാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ രോഗമുള്ളവർക്ക് എഴുതിട്ടുണ്ട്. പക്ഷെ നിസ്കാരം അങ്ങനല്ല. കിടക്കപ്പായിൽ എണീക്കാൻ കഴിയാതെ 4 ചുമരുകൾക്കുള്ളിൽ ആ കട്ടിൽ നമ്മൾ കിടക്കാണ്. കണ്ണിന്റെ ഇമ വെട്ടാനേ കഴിയുന്നുള്ളൂ, ഇല്ല അതിനും കഴിയുന്നില്ല. ഒരു മനുഷ്യ ശവമായി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ പോലും നിസ്കാരം അവന്റെ മേൽ നിർബന്ധമാണെന്ന് പരിശുദ്ധ റബ്ബ് പഠിപ്പിച്ചത് എന്തിനാ? ബുദ്ധിമുട്ടാക്കാനല്ല. ആ പ്രയാസ സമയത്തും എന്റെ അടിമക്കൊരു സ്നേഹം കൊടുക്കാൻ, എന്റെ അടിമക്ക് റാഹത്ത് കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയണമെങ്കിൽ, അള്ളാഹുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണമെങ്കിൽ നിസ്കാരത്തിൽ നിൽക്കണം. കഴിയണ പോലെ നിസ്കരിച്ചാൽ മതി. കഴിയണ പോലെ കണ്ണിന്റെ ഇമ വെട്ടാൻ പോലും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഖിയാമും റുകൂഉം സുജൂദും ചെയ്ത് നിർവഹിക്കണേ എന്നോ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാൻ കാരണം അതാ. അള്ളാഹുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി എടുക്കുമ്പോ മനസ്സിന് സമാധാനം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ആ നിസ്കാരത്തിന്റെ വാർഷികം കടന്നു വരുമ്പോ പ്രായപൂർത്തിയായത് മുതൽ എനിക്കോ നിങ്ങൾക്കോ ഒരു നിസ്കാരമെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കും മോമിനെ. ഖലാഅ് വീട്ട് റബ്ബിലേക്ക് അടുക്കാനുള്ള സമയം കൂടിയാണ് പരിശുദ്ധമായ റജബിന്റെ 27. നിസ്കാരം ഖലാഅ് ആക്കുന്ന ഒരു പ്രവർത്തനം പ്രായപൂർത്തിയായതിനു ശേഷം നമുക്കോ ഇനി നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബ സാഹചര്യത്തിലോ നമ്മൾ ഒരുക്കരുത്. അത് അങ്ങനെയാണ്, മറ്റു ഇബാദത്തുകളെ പോലെയല്ല. പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നാളെ വരുമ്പോ ആദ്യമായി അല്ലാഹ് ചോദിക്കുന്ന സംഗതി അവന്റെ നിസ്കാരത്തിനെ കുറിച്ചാണ്. ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം മുറ പോലെ തെറ്റാതെ അവസാനത്തെ നിസ്കാരം
പോലും ശരിയാവണ്ണം സുജൂദ് ചെയ്ത് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. അതിനുള്ള സൗകര്യവും സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. നിസ്കാരം ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി ആ ഒരു നിസ്കാരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ ആ ഒരു ശുക്രെന്നോണം അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വലിയ പള്ളിയിൽ വെച്ചിട്ട് മഗ്‌രിബിന് ശേഷം യാസീനൊക്കെ ഓതി ദുആ ചെയ്തിട്ട് ചെറിയ നസീഹത്തൊക്കെ ഉണ്ടാവും. കഴിയുന്ന ആളുകൾ ഇന്നത്തെ രാത്രിയിൽ നമ്മുടെ അങ്ങാടികളിലോ മറ്റൊക്കെ നിൽക്കാതെ അള്ളാഹിന്റെ റസൂലിലേക്ക് ഈ ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്ത ദിവസം എന്ന നിലക്ക് അതൊക്കെ പള്ളിയിൽ പങ്കെടുത്ത് നമ്മൾ ദുആ ചെയ്ത് പഠിച്ച റബ്ബിലേക്ക് ശുക്ർ ചെയ്യണം. ആ ശുക്രെന്നോണം എന്നാണ് മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ട് നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ സംവിധാനമല്ല ഈ നിസ്കാരം. അതിന്റെ ശുക്രെന്നോണം നാളെ സുന്നത്ത് നോമ്പ് സുന്നത്തുണ്ട്. എല്ലാ ആളുകളും അതൊക്കെ എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റജബിന്റെയും ഈ ദിവസത്തിന്റെയും എല്ലാവിധ പവിത്രതയും പുണ്യവും ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.